അന്വേഷിച്ചപ്പോഴാണ് അവിടെ ആരോ വന്നതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി. അവിടെ സെക്യൂരിറ്റി നിന്ന് ആ മൊബൈൽ വാങ്ങിച്ച ഫോട്ടോ ഡിലീറ്റ് ചെയ്തവന്മാരെ നോക്കിയപ്പോൾ മേളിൽ ഒരു കടന്നൽ കൂട് കണ്ട് അതിലേക്ക് 4 കല്ല് വലിച്ചെടുത്ത് ആ കടന്നലെല്ലാം കൂടെ വന്ന് കൊത്തിപ്പറിക്കുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞ ഒരു മകൻ എന്നുള്ള നിലയിൽ, അച്ഛൻ എന്നുള്ള നിലയിൽ ആദ്യം കാണുന്നത് എൻ്റെ മകന്റെ മുഖമാണ്. എൻ്റെ മകനാണ് പെട്ടെന്ന് മനസ്സിലാകാത്തതുപോലെ കടന്നൽ കുത്തിയിരിക്കുന്നത്. മാത്രമല്ല മണികണ്ഠൻ ഇവിടെ ഉണ്ട്. മണികണ്ഠന്റെ അവസ്ഥയും അത് അതിൽ വന്ന ഒരു ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ നമുക്ക് മുഖം കണ്ട ഭയം തോന്നുന്ന നിലയിലേക്ക് മാറി. വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. അതുപോലെ ഒരു പ്രദേശത്ത്, ഗ്രാമീണ പ്രദേശ ആശുപത്രിയുടെ സൗകര്യങ്ങളൊക്കെ പരിമിതമാണ്. പക്ഷെ 100-120 പേരോ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയ ചലഞ്ച്, സത്യം പറഞ്ഞാൽ ഏറ്റവും ആശങ്ക തോന്നിയ ഒരു സന്ദർഭം. അങ്ങനെ ഒട്ടനവധി ചലഞ്ചസ് ഉണ്ട്. ഈ സമയത്തുള്ളതൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് നിർത്തും. പ്രത്യേകിച്ച് ഒരു ഇൻസിഡന്റ് ആയിട്ട് എടുത്ത് പറയാനില്ല. എൻ്റെ സിനിമ തന്നെയാണ് അനുഭവം. കണ്ടത് നിജമാണ്, കണ്ടതെല്ലാം ഇനിയാണ് നിജം എന്ന് മനസ്സിലാക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതങ്ങനെയാണ് എനിക്ക് പറയുന്നത്. I'm sure Shivasa could also ask something to the man behind the magic. ഇവർ തമ്മിലുള്ള ഏത് ലാംഗ്വേജിലാണ് സംസാരിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ മുതൽ 10 മിനിറ്റ് ഞാൻ കഥ തീർന്നു. അത് കഴിഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുന്നത് ആ ആശയം ഒരു വലിയ കഥയായി മാറുകയാണ്. ത്രൂ ഔട്ട് ദ മൂവി ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു ഇൻട്രാക്ഷൻ ഞാൻ കാണുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ലാംഗ്വേജിൽ കൂടി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അനായാസമാണ്. നമസ്കാരം. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഒരു ഇരട്ടി മധുരമാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളത്. കാരണം ഒരു അക്ഷയുടെ ഒരു ലോട്ടറി എടുത്ത് 1 കോടി അടിച്ചു എന്ന് വിചാരിക്കാൻ ഒരാളാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു 200-300 രൂപ കൊടുത്ത ഒരാൾ പമ്പർ വാങ്ങും. അടുത്ത മാസത്തെ നറുക്കെടുപ്പിൽ ആ ഓണം പമ്പർ രൂപ അയാൾക്ക് തന്നെ. അങ്ങനെ ഒരു അവസ്ഥയാണ്. കാരണം പ്രിയൻ സാറിന്റെ ഓളവും തീരും. നമുക്കറിയാം, മലയാള സിനിമയെ പ്രിയൻ മേനോൻ സാർ വാതിൽ കുറച്ച് ലേക്ക് മുഴുവനമായിട്ട് കേരളത്തിലേക്ക് പറിച്ചു നട്ട ഒരു സിനിമ. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സിനിമ. ആ സിനിമ വീണ്ടും MT സാറിന്റെ 10 കഥകൾ 10 സംവിധായകർ വിവേചിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ സിനിമ അതിൽ കൊടുത്തു. അത് നമ്മുടെ എപ്പോഴത്തെയും വലിയ സംവിധായകനായ പ്രിയൻ സാറിന്റെ സംവിധാന ശൈലി. ആ സിനിമയിൽ മധു സാർ അവതരിപ്പിച്ച കഥാപാത്രം ലാലേട്ടൻ അവതരിപ്പിക്കുന്നു. ജോസ് പ്രകാശ് സാർ ചെയ്ത ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പ്രിയൻ സാർ ഒരു ദിവസം രാത്രി വിളിക്കുന്നു. അപ്പൊ ആ സിനിമ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഒരു സന്തോഷം, അതാണ് ഞാൻ അക്ഷയ ലോട്ടറി എന്ന് ഞാൻ പറയാൻ കാരണം. അതിന്റെ ഒരു സന്തോഷം എന്നെ സംബന്ധിച്ചോളം തീർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലിജോ എന്നെ ഈ സിനിമയ്ക്ക് ലിജോയുടെ ഈമയവും ജെല്ലിക്കെട്ടും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചത്. ഒരു നടന്മാരെപ്പോഴും അങ്ങനെ, നടി നടന്മാരൊക്കെ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഇയാളുടെ കൂടെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കും. പക്ഷെ ചിലപ്പോൾ ചോദിക്കൽ കുറവായിരിക്കും. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഒരു സംവിധായകനാണ് ലിജോ ഫിലിപ്സ്. അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ കോളേജിൽ അപ്പൊ ഞാൻ ചെന്നൈയിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ 2 ദിവസം എന്ന് പറയുന്നത് ഒരു 2 മാസത്തേക്ക് ഒരു വെയിറ്റിംഗ് പോലെയാണ്. കാരണം ഇദ്ദേഹത്തിന് എത്തണം, കേൾക്കണം, അതെന്താണെന്ന് അറിയണം, കഥാപാത്രം എന്താണെന്ന്, പിന്നെ വേറൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ചെറായിലെത്തും, ലിജോയെ കാണും.
അപ്പോഴാണ് ഈ കഥാപാത്രത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു വലിയൊരു ഗിഫ്റ്റായിരുന്നു ലിജോ എനിക്ക് വേണ്ടി കാത്തു വെച്ചത്. ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള യാത്രയും ഫുള്ളായിട്ട് യാത്രയും വലിയ എസ്സേ കേട്ട ഫീലാണ്. Thanks for the effort and sorry for such a long intro. First of all, I would like to thank Lalaten to allowing me to share the stage with him. To share a stage with such a legendary actor is just out of this world. മലയാളത്തിൽ പറയാം, അതായിരിക്കും എനിക്ക് എല്ലാവർക്കും സംശയം തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പൊ നമ്മൾ ഈ സിനിമയിൽ കേട്ടപ്പോൾ ഇതുവരെ കണ്ട സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇനി കാണാൻ പോകുന്നതാണ് നിജം എന്ന് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി. ഇറ്റ്സ് ഗോണ സെറ്റ് എ ഡിഫറെന്റ് ന്യൂ ബെഞ്ച് മാർക്ക് ഫോർ ദ ഇൻഡസ്ട്രി. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതുപോലെ തന്നെ ലാലേട്ടൻ DNFT ആദ്യം ഒരു ഇവന്റിൽ വെച്ച് ലോഞ്ച് ചെയ്തപ്പോൾ അത് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞു, ഇതൊരു ഇന്റർനാഷണൽ പ്രോജക്റ്റ് ആണ്. ഇതിൽ ആദ്യമായിട്ട് മലയാളത്തിൽ, ഞാനൊരു മലയാളി ആയതുകൊണ്ടായിരിക്കാം ആദ്യമായിട്ട് ഈ പ്രോജക്റ്റ് മലയാളത്തിലേക്ക് വരാൻ പറ്റിയത്. അന്ന് ലാലേട്ടൻ ഒരു വാക്ക് പറഞ്ഞു, യു ഹാവ് ചൂസൺ ദ റൈറ്റ് ഫീലിംഗ് എന്ന് പറഞ്ഞു. ആൻഡ് ഇപ്പൊ എനിക്ക് മനസ്സിലായി, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇറ്റ് ഈസ് ദ റൈറ്റ് ഫീലിംഗ്. കാരണം ഇതിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു സെന്റൻസ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു. അതായത് ഒരു പ്രത്യേക ടൈമോ സ്പേസിലോ പറയുന്ന ഒരു കഥയാണ്. അതിനൊത്തിരി മീനിങ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മളെല്ലാവരും ഈ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ഒരു പെർട്ടിക്കുലർ ടൈമിൽ, ഒരു ടൈം ആൻഡ് സ്പേസിൽ എത്തിച്ചേരുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസിൽ എത്തുക എന്നുള്ളത് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടൈമോ സ്പേസോ ഇല്ലാത്തൊരു കഥ എന്ന് പറയുമ്പോൾ അതിലൊരു ക്യൂരിയോസിറ്റി, ഈ ക്യൂരിയോസിറ്റി ലോകത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഒരു ടൈമോ സ്പേസോ ഇല്ലാതെ വരുമ്പോൾ അത് കാണാനുള്ള ഒരു ആകാംക്ഷ, ആ ആകാംക്ഷയാണ് ഐ തിങ്ക് ഇതിനെ ഒരു ഇന്റർനാഷണൽ മൂവിയാക്കി മാറ്റാൻ പോകുന്നത്. DNFT എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു ഓട്ടോണമസ്, അതായത് ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ്. ഇതിൽ മിന്റ് ചെയ്യുന്ന എല്ലാവരും ഈ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയാണ്. അങ്ങനെ ഒരു 5 മില്യൺ ആൾക്കാരുടെ മൂവി ലവിംഗ് കമ്മ്യൂണിറ്റി ഇന്റർനാഷണലി ഉണ്ടാക്കാൻ ഓൾറെഡി ഇഷ്ടംപോലെ ഡാവോസ് ഓർ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിന്റെ എല്ലാം കൂടെ ചേർന്ന് ഈ ഫിലിമിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇത് ഫസ്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, ബ്ലെസ്ഡ് ബൈ ലാലേറ്റ് ഫസ്റ്റ് പ്രൊജക്ട്. അത് എന്തായാലും ഭംഗിയായിട്ട് നടന്നു. കാരണം അതിനുശേഷം ഒത്തിരി മൂവീസ് ഇപ്പം തെലുങ്കില്, ഹോളിവുഡിലെ എല്ലാം ഫൈനൽ സ്റ്റേജസിലാണ്. അതുപോലെ തന്നെ മമ്മൂക്കയായിട്ട് ഒരു കോൺട്രാക്ട് ഓൾറെഡി സൈൻ ചെയ്തു. സോ ഇറ്റ്സ് ലാലേറ്റിന്റെ ബ്ലെസ്സിംഗ് കൊണ്ട് എല്ലാം അടിപൊളിയായിട്ടാണ് പോകുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ഒരു നെക്സ്റ്റ് ലെവലിൽ പോട്ടെ. പിന്നെ എങ്കിലും ആർക്കും ഇതുവരെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല DNFT എന്താണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമുക്കത് മിന്റ് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഇവന്റ്സ്, അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും കാണാനും, അതുപോലെ തന്നെ 2024 തന്നെ ഒരു ഇന്റർനാഷണൽ DNFT ഫിലിം അവാർഡ്സ് കണ്ടക്ട് ചെയ്യാൻ ഇപ്പം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അപ്പം അതിൽ വോട്ടിംഗ് റൈറ്റ്സ് ഉൾപ്പെടെ DNFT ഉള്ളവർക്കുണ്ടാവും. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഡു. ആൻഡ് നേരത്തെ പറഞ്ഞ ഒരു ഇരട്ടി മധുരമാണ്. ഞാൻ ഷിബു സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇതിന്റെ സെക്കൻഡ് പാർട്ടും കൂടെ വരുന്നുണ്ടെന്ന്. സോ ഡെഫിനറ്റ്ലി വി വിൽ ബി വർക്കിംഗ് വിത്ത് ദാറ്റ്. If it happens, I don't know the exact details of it. Maybe or may not be, but that is for him to say. But I wish if it happens. നിങ്ങളെല്ലാവരും പോലെ ഞാനും ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. Anyway, thank you very much. Wonderful. And once again, thank you very much for Shibu sir, Kuchuman sir, Achu, everyone, and especially the director is creating something out of this world. ഒരു ടൈമും സ്പേസും ഇല്ലാന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ 25th വരെ വെയിറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. എനിവേ, thank you very much. Wonderful. Thank you. And I think I just invite, we are launching a new DNFT, so I invite the CTO Akhil Antony to just come and help us.
you very much. Thank you very much. The GM of Manorama Online, Bobby Paul. Award coordinator is none other than Vadivan himself. Thank you very much. What? Thank you very much. Thank you to each one of you and wishing you a grand success for your upcoming release. So good night everybody. I hope all of you had a wonderful time. This is me, Pujita Menon, signing off. Good night.